നമ്മുടെ ഇടഭാഗമായ നവവൈദികൻ ബഹുമാനപ്പെട്ട ഫ്രാൻസിസ് ജിതിൻ ചൂളയ്ക്കൽ അച്ഛൻ്റെ പ്രഥമ ദിവ്യബലി അർപ്പണത്തിൽ പങ്കുചേരുവാൻ എത്തിയിരിക്കുന്ന നിങ്ങൾ എല്ലാവരെയും ക്രിസ്തുവിൻ്റെ നാമത്തിൽ ഈ തിരുക്കർമ്മങ്ങളിലേക്ക് സ്വാഗതം ചെയ്യുന്നു. കർത്താവിൻ്റെ സുവിശേഷത്തിൽ ഒരു പങ്കാളിയാകുവാൻ ഞാൻ സകലവും സുവിശേഷത്തെ പ്രതി ചെയ്യുന്നു. 1 കൊരിന്ത്യർ 9 അധ്യായം 23 വാക്യം എന്ന വചനഭാഗം തൻ്റെ പൗരോഹിത്യ ജീവിതത്തിൻ്റെ ആപ്തവാക്യമായി സ്വീകരിച്ചിരിക്കുകയാണ് ഫാദർ ഫ്രാൻസിസ് ജിതിൻ ചൂളയ്ക്കൽ. 1993 ഓഗസ്റ്റ് 22 ചെറിയ കടവ് സെൻറ്റ് ജോസഫ് ഇടവക ചൂളയ്ക്കൽ ജേക്കബിൻ്റെയും ക്ലാര ജേക്കബിൻ്റെയും ആദ്യ മകനായി ഫാദർ ഫ്രാൻസിസ് ജിതിൻ ജനിച്ചു. ജിതിയ പ്രസ്തിനയാണ് അച്ഛൻ്റെ ഏക സഹോദരി. ജിതിനച്ഛൻ കാട്ടിപ്പറമ്പ് കൊച്ചുപള്ളി സ്കൂളിൽ നിന്നും തൻ്റെ പ്രാഥമിക പഠനവും പുത്തൻതോട് ഗവൺമെൻറ് സ്കൂളിൽ നിന്നും തൻ്റെ +2 പഠനവും അക്വിനാസ് കോളേജിൽ നിന്നും BSc ഫിസിക്സ് വിഷയത്തിൽ ബിരുദ പഠനവും പൂർത്തിയാക്കിയതിനു ശേഷം ഒരു വൈദികൻ ആകണമെന്ന തീവ്രമായ ആഗ്രഹത്തോടു കൂടി കൊച്ചി രൂപതയുടെ കീഴിലുള്ള ആലുവ ഹോളി ക്രോസ് മൈനർ സെമിനാരിയിൽ ചേർന്നു. 2014 ജൂൺ 8 തൻ്റെ വൈദിക പരിശീലനം ആരംഭിച്ചു. പൂനെ പേപ്പൽ സെമിനാരിയിൽ നിന്നും 2 വർഷം നീണ്ടുനിന്ന തത്വശാസ്ത്ര പഠനം പൂർത്തിയാക്കിയ ശേഷം റായ്പൂർ അതിരൂപതയിലെ ബാസ്ന സാന്തിനഗർ ഇടവകയിൽ റീജൻസി ചെയ്തു. 2018 മെയ് 8 കൊച്ചി ബിഷപ്പ് ഹൗസ് ചാപ്പലിൽ വെച്ച് അഭിവന്ദ്യ ജോസഫ് കരിൽ പിതാവിൽ നിന്ന് വൈദിക വസ്ത്രം സ്വീകരിക്കുകയും തുടർന്ന് കാർമൽഗിരി പോന്തിഫിക്കൽ സെമിനാരിയിൽ നിന്നും ക്രൈസ്റ്റ് പ്രേമലായ സെമിനാരി ആഷ്ട ഭോപ്പാലിൽ നിന്നും തൻ്റെ ദൈവശാസ്ത്ര പഠനം പൂർത്തിയാക്കുകയും ചെയ്തു. 2022 ഒക്ടോബർ 19 റായ്പൂർ അതിരൂപത മെത്രാനായ അഭിവന്ദ്യ വിക്ടർ ഹെൻറി താക്കൂർ പിതാവിൽ നിന്നും തൻ്റെ ഡീക്കൻ പട്ടം സ്വീകരിക്കുകയും തുടർന്ന് റായ്പൂർ അതിരൂപതയിലെ അമോറ ഇടവകയിൽ 6 മാസം നീണ്ടുനിന്ന ഡയക്നിൻ മിനിസ്ട്രിക്ക് ശേഷം 2024 മെയ് 1 ബുധനാഴ്ച റായ്പൂർ സെൻറ്റ് ജോസഫ് കാത്തഡ്രൽ പള്ളിയിൽ വെച്ച് അഭിവന്ദ്യ വിക്ടർ ഹെൻറി താക്കൂർ പിതാവിൻ്റെ കൈവപ്പ് ശുശ്രൂഷ വഴി വൈദിക പട്ടം സ്വീകരിച്ചു. ദൈവവചനത്താൽ പ്രചോദിതനായി ദൈവജനത്തിന് സുവിശേഷം പകർന്നു നൽകുന്നതിനായി പൗരോഹിത്യം സ്വീകരിച്ച ബഹുമാനപ്പെട്ട ഫ്രാൻസിസ് ജിതിൻ ചൂളയ്ക്കൽ അച്ഛൻ്റെ കൃതജ്ഞതയോടെ തൻ്റെ പ്രഥമ ദിവ്യബലി അർപ്പിക്കുമ്പോൾ നമുക്ക് എല്ലാവർക്കും ഈ ദിവ്യബലിയിൽ അച്ഛൻ്റെ ഇനിയുള്ള കാലത്തിലെ പൗരോഹിത്യ ജീവിതത്തെ സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാം. പ്രവേശന ഗാനത്തിനായി നമുക്കെല്ലാവർക്കും എഴുന്നേറ്റ് നിൽക്കാം. ആത്മാർപ്പണത്തിനായി
പ്രകാശകിരണം വീശി പുതിയൊരു സുദിനമണഞ്ഞു. ആനന്ദഗീതികൾ പാടി ഒന്നായി ഞങ്ങൾ വരുന്നു. ആത്മാർപ്പണത്തിനായി വരുന്നു. അണയുന്നു ദൈവപുത്രൻ പ്രകാശകിരണം വീശി പുതിയൊരു സുദിനമണഞ്ഞു. ആനന്ദഗീതികൾ പാടി ഒന്നായി ഞങ്ങൾ വരുന്നു. ആത്മാർപ്പണത്തിനായി വരുന്നു. പ്രകാശകിരണം വീശി പുതിയൊരു സുദിനമണഞ്ഞു. ആനന്ദഗീതികൾ പാടി ഒന്നായി ഞങ്ങൾ വരുന്നു. ആത്മാർപ്പണത്തിനായി വരുന്നു. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സംസർഗവും നിങ്ങളോടുകൂടെ. ക്രിസ്തുവിൽ ഏറ്റവും പ്രിയ ബഹുമാനപ്പെട്ട ബോപ്പൽ സെമിനാരി വൈസ് റെക്ടർ ആൻ്റണി അക്കനാത്തച്ച, ഫെലിക്സ് ഫെർണാണ്ടസ് അച്ച, ജോൺസൺ ചെറുമേലച്ച, ജോൺസൺ തൗണ്ടയിലച്ച, ജോപ്പനച്ച, സാബു മുറിയാൻ വലിയച്ച, ജോസഫ് എഴുത്തിടത്തച്ച, ബഹുമാനപ്പെട്ട വികാരി സെബാസ്റ്റ്യൻ പനച്ചിക്കലച്ച, പ്രിയമുള്ള വൈദികരെ, സിസ്റ്റേഴ്സ്, ബ്രദേഴ്സ്, ഇടവാംഗങ്ങളെ, ബന്ധുമിത്രാദികളെ, മാതാപിതാക്കന്മാരെ, സുഹൃത്തുക്കളെ, ഇവിടെ പ്രഥമ ദിവ്യബലി അർപ്പിച്ച് പ്രാർത്ഥിക്കുമ്പോൾ വളരെയേറെ സന്തോഷമുണ്ട്. കാരണം അൾത്താര ബാലനായി ഈ ഇടവകയിൽ ഈ അൾത്താരയുടെ ചുറ്റും ശുശ്രൂഷ ചെയ്യുമ്പോഴൊക്കെ ഹൃദയത്തിൽ എപ്പോഴും ഒരു വൈദികനാകണം എന്നുള്ളൊരാഗ്രഹമുണ്ടായിരുന്നു. വൈദികനാകുവാനായിട്ട് ഗ്രാജുവേഷന് ശേഷം ജോയിൻ ചെയ്തപ്പോഴൊക്കെ എപ്പോഴും തിരിച്ച് പിന്നോട്ട് എന്നുള്ളൊരു ചിന്ത മനസ്സിലുണ്ടായിട്ടില്ല. വൈദികനാകുന്നത് വരെയുള്ള എൻ്റെ ജീവിതത്തിൻ്റെ യാത്ര കുറച്ച് വേദന നിറഞ്ഞതായിരുന്നു. എങ്കിലും ദൈവം ഇന്ന് ഈ ദിവസം എന്നെ ഇവിടെ ആയിരിക്കുമ്പോൾ ഞാൻ വിശ്വസിക്കുന്ന ഒരു സത്യമുണ്ട്. എൻ്റെ ഈ പൗരോഹിത്യം ദൈവത്തിൻ്റെ ദാനം മാത്രമാണെന്നുള്ളത്. അതോട് ചേർത്ത് വെച്ചുകൊണ്ട് ഞാൻ വിശ്വസിക്കുന്ന മറ്റൊരു സത്യമാണ്, അയോഗ്യനായിരുന്നിട്ടും ഒരു പുരോഹിതനായി എന്നെ വിളിച്ച്
കർത്താവിൻ്റെ ഈ തിരുമേശയുടെ മുൻപിൽ നിൽക്കുവാനായിട്ട്, കർത്താവിൻ്റെ തിരുബലി അർപ്പിക്കുവാനായിട്ട് എന്നെ യോഗ്യനാക്കി തീർത്ത എൻ്റെ അയോഗ്യതയുണ്ടായിട്ടും നിങ്ങളുടെയൊക്കെ പ്രാർത്ഥനയാണെന്നുള്ള ഒരു ഉറച്ച വിശ്വാസം. ഇന്നേ ദിവസം ഈ പ്രഥമ ദിവ്യബലി അർപ്പിച്ച് പ്രാർത്ഥിക്കുമ്പോൾ ഞാൻ നിങ്ങളുടെ ഓരോരുത്തരുടെയും പ്രാർത്ഥനാ നിയോഗങ്ങൾ പ്രാർത്ഥിക്കുവാനായിട്ട്, അർപ്പിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നു. ഏറ്റവും പ്രധാനമായിട്ട് ഞാനിവിടെ ഇന്ന് ഇവരായിരിക്കുന്ന ഈ സമയം വരെ, അതുപോലെ തന്നെ എനിക്കെപ്പോഴും എനിക്ക് വേണ്ടി മുന്നോട്ടുള്ള ജീവിതത്തിന് വേണ്ടിയും ഏത് സമയം പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന നിങ്ങൾ ഓരോരുത്തരുടെയും പേരെടുത്ത് പറയുന്നില്ല. ഒരുപാട് പേരെ എൻ്റെ ഈ ഒരു നിമിഷത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു, ഇപ്പോഴും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. എല്ലാവരുടെ നിയോഗങ്ങൾക്ക് വേണ്ടി ഈ പ്രഥമ ദിവ്യബലി അർപ്പിച്ച് പ്രാർത്ഥിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. സഹോദരരെ, ദിവ്യരഹസ്യങ്ങൾ കൊണ്ടാടുന്നതിന് നാം യോഗ്യരാകേണ്ടതിന് നമ്മുടെ പാപങ്ങൾ ഏറ്റുപറയാം. സർവശക്തനായ ദൈവത്തോടും സഹോദരരെ നിങ്ങളോടും ഞാൻ ഏറ്റുപറയുന്നു. എന്തെന്നാൽ വിചാരത്താലും വാക്കാലും പ്രവൃത്തിയാലും ഉപേക്ഷയാലും ഞാൻ വളരെയേറെ പാപം ചെയ്തു പോയി. എൻ്റെ വലിയ പിഴ. ആകയാൽ കന്യകയായ പരിശുദ്ധ മറിയത്തോടും എല്ലാ മാലാഖമാരോടും വിശുദ്ധരോടും സഹോദരരെ നിങ്ങളോടും ഞാൻ അപേക്ഷിക്കുന്നു. എനിക്ക് വേണ്ടി നമ്മുടെ കർത്താവായ ദൈവത്തോട് പ്രാർത്ഥിക്കണമേ. സർവശക്തനായ ദൈവം കനിഞ്ഞ് നമ്മുടെ പാപങ്ങൾ പുറത്ത് നമ്മെ നിത്യജീവിതത്തിലേക്ക് നയിക്കുമാറാകട്ടെ. ദൈവത്തിനു മഹത്വം. സന്മനസ്സുള്ളോർക്ക് ശാന്തിയുമേ.
എൻ്റെ വ്യക്തിപരമായ യോഗ്യതകളാലല്ല, പ്രത്യുത അങ്ങേ അവാജ്യമായ കൃപാവർഷത്താൽ മാത്രമാണല്ലോ ഞാൻ അങ്ങേ കുടുംബത്തെ നയിക്കുവാൻ തിരുമള്ളമായത്. പൗരോഹിത്യ ശുശ്രൂഷാധർമ്മങ്ങൾ സമുചിതം നിറവേറ്റുവാനും എല്ലാറ്റിൻ്റെയും മേലുള്ള അങ്ങേ പരിപാലനത്തിൽ എന്നെ ഭരമേൽപ്പിച്ചിരിക്കുന്ന ജനത്തെ നയിക്കാനും അനുഗ്രഹിക്കണമേ. അങ്ങയോടുകൂടി പരിശുദ്ധാത്മാവുമായുള്ള ഐക്യത്തിൽ എന്നെന്നും ജീവിക്കുകയും വാഴുകയും ചെയ്യുന്ന അങ്ങേ പുത്രനും ഞങ്ങളുടെ കർത്താവുമായ യേശു ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടരുളേണമേ. ദൈവവചന പ്രഘോഷണ കർമ്മമാണ് ഇപ്പോൾ നടക്കുക. യേശയ്യായുടെ പുസ്തകത്തിൽ നിന്നുള്ള ആദ്യ വായനയിൽ സദ്വാർത്ത വായിക്കുന്ന അഭിഷിക്തനെ കുറിച്ചാണ് നാം വായിച്ചു കേൾക്കുന്നത്. ഹെബ്രായർക്ക് എഴുതിയ ലേഖനത്തിൽ നിന്നുള്ള രണ്ടാം വായനയിൽ നീ മെൽക്കീസദേക്കിൻ്റെ ക്രമപ്രകാരം എന്നേക്കും പുരോഹിതനായിരിക്കുമെന്ന് ഉറപ്പു നൽകുന്ന ഭാഗമാണ് നാം ശ്രവിക്കുക. തുടർന്ന് ലൂക്ക എഴുതിയ സുവിശേഷത്തിൽ ക്രിസ്തു നസ്രത്തിലെ സിനഗോഗിൽ വെച്ച് തൻ്റെ ദൗത്യത്തെക്കുറിച്ച് പ്രഖ്യാപിക്കുന്ന ഭാഗമാണ് നാം വായിച്ചു കേൾക്കുക. നമുക്കെല്ലാവർക്കും ഭക്തിയോടും ശ്രദ്ധയോടും കൂടി ദൈവവചന പ്രഘോഷണം കർമ്മത്തിലേക്ക് പങ്കുചേരാം. ഇസയാസ് പ്രവാചകന്റെ പുസ്തകത്തിൽ നിന്ന്, ദൈവമായ കർത്താവ് എന്നെ അഭിഷേകം ചെയ്തിരിക്കുന്നു, ആകയാൽ അവിടുത്തെ ആത്മാവ് എന്നിലുണ്ട്. വിനീത ഹൃദയരോട് സുവിശേഷം പ്രസംഗിക്കുവാനും ഭഗ്നഹൃദയരെ സുഖപ്പെടുത്തുവാനും അടിമകൾക്ക് സ്വാതന്ത്ര്യവും ബന്ധനസ്ഥർക്ക് മോചനവും പ്രഖ്യാപിക്കുവാനും കർത്താവിൻ്റെ പ്രസാദവർഷവും നമ്മുടെ ദൈവത്തിൻ്റെ പ്രതികാര ദിനവും വെളിപ്പെടുത്തുവാനും ദുഃഖിതരെ ആശ്വസിപ്പിക്കുവാനും സിയോനിൽ പ്രഫലിക്കുന്നവർക്ക് വെണ്ണീറിന് പകരം കിരീടവും ദുഃഖത്തിന് പകരം ആനന്ദ തൈലവും വിഷാദ മനസ്സിന് പകരം സ്തുതിയുടെ മേലങ്കിയും നൽകുന്നതിന് വേണ്ടി കർത്താവ് എന്നെ അയച്ചിരിക്കുന്നു. കർത്താവിൻ്റെ വചനം. ദൈവത്തിന് നന്ദി. യഹോവയാം ദൈവം ഇടയനത്രേ, ഇഹത്തിലെനിക്കൊരു കുറവുമില്ല. യഹോവയാം ദൈവം ഇടയനത്രേ, ഇഹത്തിലെനിക്കൊരു കുറവുമില്ല. പച്ചിലം കൊല്ലും മൃദുശയ്യകളിൽ അവനെന്നെ കിടത്തുന്നു. സ്വച്ഛതയാർന്ന ഉറവിങ്കലേക്ക് അവനെന്നെ നടത്തുന്നു. പ്രാണനെ തണുപ്പിക്കുന്നു, നീതിപാതയിൽ നടത്തുന്നു. പ്രാണനെ
മനസ്സിലേറ്റൊരു കുറവുമില്ല. രണ്ടാം വായന. ഹെബ്രായർക്ക് എഴുതിയ ലേഖനം. സഹോദരരെ, മനുഷ്യരുടെയിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെടുന്ന മഹാപുരോഹിതൻ ദൈവിക കാര്യങ്ങൾക്കായി പാപപരിഹാരാർത്ഥം ബലിയും യാഗവും സമർപ്പിക്കുവാൻ മനുഷ്യർക്ക് വേണ്ടി നിയമിതനാണ്. താൻ തന്നെ ബലഹീനനാകയാൽ അജ്ഞരോടും അബദ്ധസഞ്ചാരികളോടും സഹതാപം പ്രദർശിപ്പിക്കുവാൻ അദ്ദേഹത്തിന് കഴിയും. തന്നിമിത്തം ജനങ്ങൾക്കു വേണ്ടി എന്ന പോലെ തനിക്ക് വേണ്ടി തന്നെയും അദ്ദേഹം പരിഹാരബലി സമർപ്പിക്കുവാൻ ബാധ്യസ്ഥനാണ്. അഹ്റോനെ പോലെ ദൈവത്താൽ വിളിക്കപ്പെട്ടവനല്ലാതെ ഒരുവനും ഈ ബഹുമതി സ്വമേധയാ സ്വീകരിക്കുന്നില്ല. അതുപോലെ മിശിഹായും മഹാപൗരോഹിത്യമെന്ന മഹനീയ സ്ഥാനത്തേക്ക് സ്വയം ആരോഹണം ചെയ്തതല്ല. നീ എൻ്റെ പുത്രനാകുന്നു, ഇന്ന് ഞാൻ നിന്നെ ജനിപ്പിച്ചിരിക്കുന്നു എന്ന് അവിടുത്തോട് അരുളി ചെയ്ത ആളാണ് അവിടുത്തേക്ക് ആ സ്ഥാനം നൽകിയത്. നീ മെൽക്കീസദേക്കിൻ്റെ ക്രമപ്രകാരം നിത്യപുരോഹിതനാകുന്നു എന്ന് മറ്റൊരിടത്തും അവിടുന്ന് അരുൾ ചെയ്തിരിക്കുന്നു. മിശിഹ ഈ ലോകത്തിൽ ജീവിച്ചിരുന്നപ്പോൾ മരണത്തിൽ നിന്നും തന്നെ രക്ഷിക്കുവാൻ കഴിയുന്ന ആളിനോട് കണ്ണീരോടും വിലാപത്തോടും കൂടെ അപേക്ഷിക്കുകയും യാചിക്കുകയും ചെയ്തു. അവിടുത്തെ ഭയഭക്തി നിമിത്തം അവിടുത്തേക്ക് ഉത്തരം ലഭിച്ചു. ദൈവപുത്രനായിരുന്നിട്ടും അവിടുന്ന് തൻ്റെ പീഡകളുടെ ഇടയിൽ അനുസരണ അഭ്യസിക്കുകയത്രേ ചെയ്തത്. അങ്ങനെ അവിടുന്ന് പരിപൂർണത പ്രാപിക്കുകയും തന്നെ അനുസരിക്കുന്നവർക്കെല്ലാം രക്ഷയുടെ ഹേതുവാവുകയും മെൽക്കീസദേക്കിൻ്റെ ക്രമപ്രകാരം പ്രധാന ആചാര്യനായി ദൈവത്താൽ അവരോധിക്കപ്പെടുകയും ചെയ്തു. കർത്താവിൻ്റെ വചനം. ദൈവത്തിന് നന്ദി. കർത്താവ് നിങ്ങളോടുകൂടെ. യോഹന്നാൻ എഴുതിയ വിശുദ്ധ സുവിശേഷത്തിൽ നിന്ന്. അന്ത്യത്താഴ സമയത്ത് ഈശോ അപ്പോസ്തലന്മാരോട് അരുളി ചെയ്തു, എൻ്റെ പിതാവ് എന്നെ സ്നേഹിച്ചതുപോലെ ഞാൻ നിങ്ങളെ സ്നേഹിക്കുന്നു. നിങ്ങൾ എൻ്റെ സ്നേഹത്തിൽ നിലനിൽക്കുവിൻ. ഞാൻ എൻ്റെ പിതാവിൻ്റെ കൽപ്പനകൾ അനുസരിച്ച് അവിടുത്തെ സ്നേഹത്തിൽ നിലനിൽക്കുന്നത് പോലെ എൻ്റെ കൽപ്പനകൾ അനുസരിച്ചാൽ നിങ്ങളും എൻ്റെ സ്നേഹത്തിൽ നിലനിൽക്കും. എൻ്റെ ആനന്ദം നിങ്ങളിലും ഉണ്ടാകേണ്ടതിന് വേണ്ടിയാണ് ഇതെല്ലാം ഞാൻ നിങ്ങളോട് പറഞ്ഞത്. ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ നിങ്ങളും പരസ്പരം സ്നേഹിക്കുവിൻ. ഇതാണ് എൻ്റെ കൽപ്പന. സ്നേഹിതന് വേണ്ടി ജീവൻ ബലിയർപ്പിക്കുന്നതിൽ കവിഞ്ഞ സ്നേഹമില്ല. ഞാൻ നിങ്ങളോട് കൽപ്പിക്കുന്നവയെല്ലാം ചെയ്യുന്ന പക്ഷം നിങ്ങൾ എൻ്റെ സ്നേഹിതരായിരിക്കും. ഞാനിനി നിങ്ങളെ ദാസന്മാരെന്ന് വിളിക്കില്ല. തൻ്റെ യജമാനൻ ചെയ്യുന്നത് എന്തെന്നറിയാത്തവരാണല്ലോ ദാസൻ. പിതാവിൽ നിന്ന് കേട്ടതെല്ലാം ഞാൻ നിങ്ങളെ അറിയിച്ചു കഴിഞ്ഞു. അതിനാലത്രേ ഞാൻ നിങ്ങളെ സ്നേഹിതരെന്ന് വിളിച്ചത്. നിങ്ങൾ എന്നെ തിരഞ്ഞെടുക്കുകയല്ല, ഞാൻ നിങ്ങളെ തിരഞ്ഞെടുക്കുകയത്രേ ചെയ്തത്. നിങ്ങൾ പോയി ഫലം പുറപ്പെടുവിക്കുന്നതിനും
നിങ്ങളുടെ ഫലം നിലനിൽക്കുന്നതിനും വേണ്ടി ഞാൻ നിങ്ങളെ നിയമിക്കുകയും ചെയ്തു. തന്മൂലം നിങ്ങൾ എൻ്റെ നാമത്തിൽ പിതാവിനോട് അപേക്ഷിക്കുന്നതെല്ലാം നിങ്ങൾക്ക് അവിടുന്ന് നൽകും. നിങ്ങൾ പരസ്പരം സ്നേഹിക്കേണ്ടതിനത്രേ ഞാൻ ഈ നിർദ്ദേശങ്ങളെല്ലാം നിങ്ങൾക്ക് നൽകിയത്. കർത്താവിൻ്റെ സുവിശേഷം. ക്രിസ്തുവേ, അങ്ങേ സ്തുതി. ഈ സുവിശേഷ വചനം നമ്മുടെ പാപങ്ങൾ നീക്കം ചെയ്യുമാറാകട്ടെ. ആമേൻ. ക്രിസ്തുവിൽ ഏറെ സ്നേഹം നിറഞ്ഞ ജിതിനച്ച, സഹവൈദികരെ, സിസ്റ്റേഴ്സ്, സഹോദരി സഹോദരന്മാർ, ഈ ഇടവകയും ഇന്ന് ഈ ദേവാലയത്തിൽ ഒരുമിച്ച് കൂടിയിരിക്കുന്ന നാം എല്ലാവരും ഏറെ സന്തോഷത്തോടുകൂടെ ദൈവം പ്രവർത്തിക്കുന്ന വലിയൊരു അത്ഭുതത്തിന് സാക്ഷ്യം വഹിക്കുകയാണ്. ഒരു സാധാരണ മനുഷ്യനെ അസാധാരണമായ ഉത്തരവാദിത്വം ഏൽപ്പിക്കുകയും ഒരു സാധാരണ വൈദികനിലൂടെ, സാധാരണ മനുഷ്യനിലൂടെ ലോകത്തിലെ ഏറ്റവും വലിയ അത്ഭുതം പ്രവർത്തിക്കുന്നതിന് ദൈവം തീരുമാനമെടുക്കുകയും ചെയ്യുന്നതാണ് പൗരോഹിത്യം. അപ്പവും വീഞ്ഞുമെടുത്ത് ബലിമേശയിൽ വെച്ച് പുരോഹിതൻ നിറഹൃദയത്തോടുകൂടെ കർത്താവിൻ്റെ നേരെ കരം നീട്ടി പരിശുദ്ധാത്മാവിനെ അയച്ച് ക്രിസ്തുവിൻ്റെ തിരുശരീരവും തിരുരക്തവുമാക്കി മാറ്റണമേ എന്ന് പറയുമ്പോൾ സാധാരണക്കാരനായ ആ പുരോഹിതൻ്റെ വാക്ക് ശ്രവിച്ച് ദൈവം ഓരോ അൾത്താരമേശയിലും അത്ഭുതം പ്രവർത്തിക്കുന്നു. അതുകൊണ്ട് തന്നെ നാം സാക്ഷ്യം വഹിക്കുന്നത് വലിയൊരു അത്ഭുതത്തിനാണ്. ഒരു മനുഷ്യനെ ദൈവം തൻ്റെ ഉപകരണമാക്കി, തൻ്റെതാക്കി രൂപാന്തരപ്പെടുത്തുന്ന ഏറ്റവും വലിയ അത്ഭുതം നടന്നതിന് നാം ദൈവത്തിന് നന്ദി പറയുകയാണ്. ഇന്നിവിടെ അതുകൊണ്ട് തന്നെ ഇവിടെ കൂടിയിരിക്കുന്ന നമുക്ക് എല്ലാവർക്കും സന്തോഷമാണ്. എന്നാൽ 3 പേർക്ക് അവരുടെ വികാരം എന്തെന്ന് വേർതിരിച്ചെടുക്കാൻ കഴിയുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ജിതിൻ്റെ അപ്പനും അമ്മയും ജിതിനും. കാരണം ആദ്യമായി ബലിപീഠത്തിൽ നിന്ന സമയത്ത് മനസ്സിലൂടെ കടന്നുപോയ ചിന്തകളും മനസ്സിൽ നിറഞ്ഞ സന്തോഷവും വേദനയും ഒക്കെ ഇപ്പോഴും ഉള്ളത് കൊണ്ട് തന്നെ ഉറപ്പിക്കാൻ കഴിയും, ജിതിൻ്റെ മനസ്സിലൂടെ കടന്നു പോകുന്ന സന്തോഷത്തിൻ്റെ ആധിക്യവും അതോടൊപ്പം നാളെ കടന്നു പോകേണ്ട വഴികളെ പറ്റിയുള്ള ചിന്തകളുമൊക്കെ ജിതിനെ മതിക്കുന്നുണ്ടെന്ന്. മാതാപിതാക്കന്മാരെ സംബന്ധിച്ചിടത്തോളം ഒരു മകനെ അൾത്താരയിലേക്ക് സമർപ്പിക്കുമ്പോൾ അൾത്താരയിൽ അന്നുവരെ നിങ്ങൾ അൾത്താരയുടെ മുന്നിൽ നിന്ന് കണ്ട ബലിയർപ്പണം സ്വന്തം മകൻ്റെ കരങ്ങളിലൂടെ സംഭവിക്കുന്നത് കാണുമ്പോൾ ഇതിനേക്കാൾ വലിയ സന്തോഷമൊന്നും ഉണ്ടാകുമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. ഇത് ഏറ്റവും വലിയ സമ്മാനമാണ്. ജിതിൻ മാതാപിതാക്കന്മാർക്കും മാതാപിതാക്കന്മാർ സഭയ്ക്കും നൽകുന്ന ഏറ്റവും വലിയ സമ്മാനത്തിൻ്റെ സമയമായത്. നിങ്ങളെക്കൊണ്ട് നൽകാൻ കഴിയുന്നതിൽ, ദൈവത്തിന് നൽകാൻ കഴിയുന്നതിൽ, സഭയ്ക്ക് നൽകാൻ കഴിയുന്നതിൽ ഏറ്റവും വലിയ സമ്മാനമാണ് നിങ്ങളുടെ മകനെ കർത്താവിന് ശുശ്രൂഷ ചെയ്യാനായി ബലിവേദിയിലേക്ക് യാത്രയാക്കിയത്. നിങ്ങളുടെ മകൻ ഇന്നു മുതൽ ലോകത്തിൻ്റെതായി മാറുകയാണ്. നിങ്ങളുടെ മകൻ ഇന്നു മുതൽ ദൈവത്തിൻ്റെ സ്വന്തമായി മാറുകയാണ്. ലോകത്തിനു വേണ്ടി ദൈവസന്നിധിയിൽ നിലകൊള്ളാൻ വേണ്ടി വിളിക്കപ്പെട്ടവനായി മാറുമ്പോൾ നിങ്ങളുടേതല്ലാതായി മാറുന്നു, ലോകത്തിൻ്റെതും ദൈവത്തിൻ്റെതുമായി രൂപാന്തരപ്പെടുന്നു. അത്തരമൊരു വിട്ടുകൊടുക്കൽ, അത്തരമൊരു ദാനം, അത്തരമൊരു സ്നേഹസമർപ്പണം നിങ്ങൾ ചെയ്തതുകൊണ്ട് തന്നെ നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ സമ്മാനം ദൈവത്തിന് നിങ്ങൾ അർപ്പിച്ച ദിവസമാണ്. അതുപോലെ തന്നെ ജിതിനെ സംബന്ധിച്ചിടത്തോളം, നമ്മെ സംബന്ധിച്ചിടത്തോളം ഒരു പുരോഹിതൻ എന്ന രീതിയിൽ ഒരു പുരോഹിതന് അവൻ്റെ മാതാപിതാക്കന്മാർക്ക് ചെയ്തു കൊടുക്കാൻ കഴിയുന്ന ഏറ്റവും വലിയ സമ്മാനമെന്ന് പറയുന്നത് ഈ ബലിപീഠത്തിൽ ഇങ്ങനെ നിന്ന് അവർക്ക് വേണ്ടി കാസ് ഉയർത്തി പ്രാർത്ഥിക്കുന്നതാണ്. ഇതിനേക്കാൾ വലിയൊരു സമ്മാനം ഒരു മകനും ഒരാൾക്കും കൊടുക്കാൻ കഴിയില്ല. ഒരു മകനും തൻ്റെ മാതാപിതാക്കന്മാർക്ക് ഇതിനേക്കാൾ വലിയൊരു സമ്മാനം കൊടുക്കാൻ കഴിയുമെന്ന് കരുതുന്നില്ല. അതുകൊണ്ട് ഇത് നിങ്ങൾ പരസ്പരം നൽകുന്ന സമ്മാനമാണ്. അതിനേക്കാൾ ഉപരിയായി ദൈവത്തിന് നിങ്ങൾ കൊടുക്കുന്ന ഏറ്റവും വലിയ സമ്മാനമാണ്. ഇറ്റലിയിൽ വെച്ച് 100ാമത്തെ വയസ്സിൽ 74ാമത്തെ പൗരോഹിത്യ സ്വീകരണ വാർഷികം ആഘോഷിച്ച മോൺസിഞ്ഞോർ ലോറൻസോയോട് സംസാരിച്ചപ്പോൾ അദ്ദേഹത്തോട് വെറുതെ 100ാമത്തെ വയസ്സാണ്, അപ്പോഴും അദ്ദേഹം ഒരു ഇടവക വികാരിയായിട്ട് നിലകൊള്ളുന്ന മനുഷ്യനാണ്. അദ്ദേഹത്തോട് ചോദിച്ചപ്പോൾ അദ്ദേഹത്തിനോട് ചോദിച്ചു, എത്ര വയസ്സുണ്ട്? അദ്ദേഹം മറുപടി പറഞ്ഞു, 33. 100ാമത്തെ ജന്മദിനം ആഘോഷിച്ച് പൗരോഹിത്യ സ്വീകരണത്തിൻ്റെ 74ാം വാർഷികം ആഘോഷിച്ച് നിൽക്കുന്ന വൈദികനോടാണ് ഞാൻ ചോദിച്ചത്, എത്ര വയസ്സുണ്ട്? 33. അദ്ദേഹം പറഞ്ഞ മറുപടിയിലെ സൗന്ദര്യമിത, ഒരു പുരോഹിതൻ
ഈ വസ്ത്രം ഉടുക്കുന്നതോടുകൂടി 33കാരനായി മാറുകയാണ്. കർത്താവ് നസ്രായൻ്റെ 33 വയസ്സ്, അവൻ്റെ പ്രായം, അവൻ്റെ ചിന്ത, അവൻ്റെ സ്നേഹം, അവൻ്റെ അഭിലാഷങ്ങൾ, അവൻ്റെ സ്വപ്നം അതെല്ലാം എടുത്തണിയുന്നതിനെയാണ് പൗരോഹിത്യം എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഒരു പുരോഹിതൻ്റെ വയസ്സ് എത്രയെന്ന് ചോദിച്ചാൽ മരണം വരെ ഈ നസ്രായൻ്റെ വയസ്സേ ഉള്ളൂ, 33 വയസ്സ്. മരണം വരെ നസ്രായൻ്റെ ഊർജ്ജസ്വലതയോടുകൂടെ ജീവിക്കാനുള്ള ഒരു വിളിയാണ് ഈ പൗരോഹിത്യം എന്ന് പറയുന്നത്. ആ വിളിയിൽ മുന്നോട്ട് പോകാനായിട്ട് നമുക്ക് കഴിയുക. നമ്മെ എന്തിന് നമ്മളെ ഒരു പുരോഹിതനാക്കി മാറ്റിയെന്ന് ചോദിച്ചാൽ അതിനുത്തരം ഒന്ന് മാത്രമേ ഉള്ളൂ. മോശ കൈ ഉയർത്തി പിടിച്ചതുപോലെ ജനത്തിനു വേണ്ടി കർത്താവിൻ്റെ ബലിപീഠത്തിൽ, കർത്താവിൻ്റെ മലയിൽ കൈ ഉയർത്തി പിടിച്ച് നിൽക്കാൻ കഴിയണം. നിന്റെ മുന്നിൽ നിൽക്കുന്ന മനുഷ്യർ തോറ്റുപോകാതിരിക്കാൻ, നിന്റെ മുന്നിൽ നിൽക്കുന്ന മനുഷ്യർക്ക് വിജയമുണ്ടാകാൻ, കർത്താവിൻ്റെ മുന്നിൽ, കർത്താവിൻ്റെ മലയിൽ കൈ ഉയർത്തിപ്പിടിക്കാൻ വേണ്ടിയാണ് ജനം ഒരാളെ പുരോഹിതനായി തിരഞ്ഞെടുക്കുന്നത്. കൊച്ചിരൂപതയിലെ വൈദികരുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ ഒരു ദിവസം ഒരു ചിന്ത ഇങ്ങനെ പങ്കുവെച്ചു പോകുന്നുണ്ടായിരുന്നു. ഒരിടവകയിൽ 12 പേര് ആത്മഹത്യ ചെയ്തു. അത് ഫേസ്ബുക്കിൽ ആരോ എടുത്തിട്ടതാണ്. ഒരിടവകയിൽ 12 പേര് ആത്മഹത്യ ചെയ്തു. ഇവിടുത്തെ വൈദികർക്ക് ഒന്നും ചെയ്യാനില്ലേ എന്നാണ് അയാൾ ചോദിച്ചത്. ആ ചോദ്യമാണ് എടുത്ത് വാട്സപ്പ് ഗ്രൂപ്പിൽ എടുത്തിട്ടത്. പലരും പലതുമൊക്കെ ചർച്ച ചെയ്യുന്നുണ്ടായിരുന്നു. എൻ്റെ മനസ്സിലൂടെ അത് കണ്ടപ്പോൾ എൻ്റെ മനസ്സിലൂടെ പോയ ചിന്ത ഇത് മാത്രമേ ഉള്ളൂ. നിന്റെ മുന്നിൽ ആരെങ്കിലുമൊക്കെ പരാജയപ്പെടുന്നുണ്ടെങ്കിൽ അതിന് കാരണം നിന്റെ കരം താന്നു പോകുന്നതാണ്. പുരോഹിതന്റെ കരം താഴുമ്പോൾ പരാജയപ്പെടുന്നത് മുന്നിൽ നിൽക്കുന്ന ജനമാണെന്നും നിരന്തരമായി ഈ ലോകത്തോട് യുദ്ധം ചെയ്ത് ജീവിക്കുന്ന മനുഷ്യനാണെന്നും നമുക്കൊരു ബോധം ഹൃദയത്തിൽ കൊണ്ടു നടക്കാനായി കഴിഞ്ഞാൽ പൗരോഹിത്യം പ്രാർത്ഥനയുടെ ആഘോഷമാക്കി കൊണ്ടു നടക്കാൻ കഴിയും. പൗരോഹിത്യം പ്രാർത്ഥനയുടെ ആഘോഷമായി കൊണ്ടു നടക്കേണ്ടതൊന്നാണ് എന്ന് ഈ ജനം നിരന്തരം നമ്മെ ബോധ്യപ്പെടുത്തിക്കൊണ്ടിരിക്കും. കാരണം അവരുടെ ജീവിതത്തിൻ്റെ സന്തോഷങ്ങൾക്കൊക്കെ നിന്റെ ഉയർന്നിരിക്കുന്ന കരമുണ്ടെന്നുള്ള ബോധം ഹൃദയത്തിൽ കൊണ്ടു നടക്കാനായിട്ട് കഴിയുക. ജിതിനച്ചൻ ഒത്തിരിയേറെ പഠിച്ച കാര്യങ്ങളോട് വേറെ കൂടുതലായൊന്നും കൂട്ടിച്ചേർക്കാനില്ല. കാരണം ഈ ലോകത്തിൽ ഇത്രയേറെ പരിശീലനം നൽകി ഒരു കാര്യത്തിലേക്ക് തിരഞ്ഞെടുക്കുന്ന മറ്റൊരു ജോലിയോ മറ്റൊരു സേവന മേഖലയോ ഇല്ല. ഇതിനേക്കാൾ പരിശീലനം നൽകുന്ന മറ്റൊന്നുമില്ല. ഏറെ പരിശീലനം നൽകിയതിനു ശേഷമാണ് ഈ ഒരു സേവന മേഖലയിലേക്ക് ഇറക്കി വിടുക. അങ്ങനെയൊന്നും ചെയ്യുമ്പോൾ കർത്താവിൻ്റെതായി നിലകൊള്ളാനായിട്ട് ആവശ്യപ്പെടുമ്പോൾ ബൈബിളിൽ 2 വാക്യം മാത്രം ഒന്ന് പറഞ്ഞ് അവസാനിപ്പിക്കാമെന്ന് കരുതിയാണ്. അത് ഒന്നാമത്തേത് ദിനവൃത്താന്തങ്ങളുടെ 2-ാം പുസ്തകം 29-ാം അധ്യായം 11-ാം വാക്യമാണ്. അവിടെ ഇങ്ങനെയാണ് നമ്മൾ വായിക്കുക. പുരോഹിതനോടുള്ള ഉപദേശമാണ്, പുരോഹിതൻ ജീവിതത്തിൽ കാത്തു സൂക്ഷിക്കേണ്ട നന്മയെപ്പറ്റിയുള്ള ഒരു ഉപദേശമാണ്. ഇങ്ങനെ എഴുതി വച്ചിരിക്കുന്നു: മക്കളെ, നിങ്ങൾ ഇനി അനാസ്ഥ കാണിക്കരുത്. തൻ്റെ സന്നിധിയിൽ നിൽക്കുന്നതിനും തനിക്ക് ശുശ്രൂഷ ചെയ്യുന്നതിനും ധൂപമർപ്പിക്കുന്നതിനും കർത്താവ് നിങ്ങളെയാണ് തിരഞ്ഞെടുത്തിരിക്കുന്നത്. പുരോഹിതനുള്ള ഏറ്റവും വലിയ ഉപദേശമാണ് എന്ന് തോന്നുന്നു. നിങ്ങൾ ഇനി അനാസ്ഥ കാണിക്കരുത്. ഇന്നലെ വരെ എന്തായിരുന്നു എന്നുള്ളതല്ല, നീ ഈ മേലങ്കി എടുത്തിട്ടതോടുകൂടെ ഇനി നീ അനാസ്ഥ കാണിക്കരുത്. കാരണം നിന്നെയാണ് കർത്താവിൻ്റെ ബലിപീഠത്തിൽ ശുശ്രൂഷ ചെയ്യുവാനും ധൂപാർച്ചന നടത്തുവാനും ദൈവം തിരഞ്ഞെടുത്തതെന്ന് ഒരു ഓർമ്മ ഉണ്ടായിരിക്കട്ടെ. ജിതിനച്ചന് ഞാൻ ഈ ഒരു ഓർമ്മ ഹൃദയത്തിലേക്ക് തരികയാണ്. ദിനവൃത്താന്തങ്ങളുടെ 2-ാം പുസ്തകം 29-ാം അധ്യായം 11-ാം വാക്യം. മറ്റൊരു വാക്യം മലാക്കി പ്രവാചകന്റെ പുസ്തകം 2-ാം അധ്യായം 7-ാം വാക്യമാണ്. പുരോഹിതന്റെ അധരത്തിൽ ജ്ഞാനം സൂക്ഷിക്കണം. ജനം പ്രബോധനം തേടി അവനെ സമീപിക്കണം. അവൻ സൈന്യങ്ങളുടെ കർത്താവിൻ്റെ ദൂതനാണ്. പുരോഹിതൻ സൈന്യങ്ങളുടെ കർത്താവിൻ്റെ ദൂതനാണ്. അതുകൊണ്ട് തന്നെ അവൻ്റെ അധരങ്ങളിൽ ജ്ഞാനമുണ്ടാകണം. വിജ്ഞാനമല്ല, ജ്ഞാനമുണ്ടാവണം. ദൈവത്തിൻ്റെ സ്വരമുണ്ടാവണം. ദൈവനിയോഗങ്ങളുണ്ടാവണം. ദൈവം ജനത്തോട് പറയാനുള്ള വാക്കുകളുണ്ടാവണം. ദൈവം മനുഷ്യനെ നയിക്കാൻ തിരഞ്ഞെടുക്കുന്ന വഴി കാണിക്കാനുള്ള ജ്ഞാനമുണ്ടാവണം. അങ്ങനെ ഉണ്ട് എങ്കിൽ നമുക്ക് എല്ലായ്പ്പോഴും എല്ലാ കാലത്തും വിലയുണ്ടാകും, സമൂഹത്തിൽ അംഗീകാരവുമുണ്ടാകും. പുരോഹിതൻ എപ്പോഴും കർത്താവിൻ്റെതായിരിക്കട്ടെ. അവൻ കരമുയർത്തി പ്രാർത്ഥിക്കട്ടെ. ഇവിടെ കൂടിയിരിക്കുന്ന നിങ്ങളോട് എല്ലാവരോടും ഞങ്ങൾക്ക് പ്രാർത്ഥിക്കാനുള്ളതൊന്ന് മാത്രമേ ഉള്ളൂ. ഞങ്ങൾ പുരോഹിതർ നിങ്ങളെപ്പോലെ സാധാരണ മനുഷ്യരാണ്. ഞങ്ങൾക്ക് വ്യത്യസ്തതകളൊന്നുമില്ല. സാധാരണ മജ്ജയും മാംസവും നിങ്ങളുടെ ശരീരത്തിലൂടെ ഓടുന്ന രക്തവും തന്നെയാണ് ഞങ്ങളുടെ ശരീരത്തിലൂടെയും ഓടുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഞങ്ങൾക്ക് വേണ്ടി നിരന്തരം പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കണം. ഞങ്ങൾ ജീവിതത്തിൽ കർത്താവിൻ്റെ ബലിപീഠത്തിൽ ഇങ്ങനെ വിശ്വസ്തയോടുകൂടി നിലകൊള്ളാനുള്ള കൃപാവരത്തിന് വേണ്ടി നിങ്ങൾ നിരന്തരം പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കണം. കാരണം നിങ്ങളുടെ പ്രാർത്ഥനയുടെ ബലത്തിലാണ് ഞങ്ങൾ മുന്നോട്ട് പോകുന്നത്. ഞാൻ എന്നും വിശ്വസിക്കുന്നു
എൻ്റെ അപ്പൻ്റെയും അമ്മയുടെയും കണ്ണുനീര് കലർന്ന പ്രാർത്ഥനയാണ് എൻ്റെ ബലിപീഠത്തിൽ ഇങ്ങനെ നിർത്തുന്നത്. എനിക്ക് ഈ ഉറപ്പുണ്ട്, ജിതിനച്ചനും അങ്ങനെ ഉറപ്പുണ്ടാവണം. ഉറപ്പുണ്ട്. ഞങ്ങൾക്കെല്ലാവർക്കും നിങ്ങളുടെ പ്രാർത്ഥനയിൽ വിശ്വാസമുണ്ട്. നിങ്ങൾ പുരോഹിതർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുവെന്ന് ഞങ്ങൾ ഉറച്ചു വിശ്വസിക്കുന്നു. നല്ല പുരോഹിതർ ഇനിയും ഉണ്ടാവണം. നല്ല പുരോഹിതർക്ക് വേണ്ടി നല്ല ദൈവവിളികൾ നമ്മുടെ കുടുംബങ്ങളിലുണ്ടാവണം. പ്രാർത്ഥനാപൂർവ്വം നമുക്ക് ഒരുമിച്ച് മുന്നേറാം. നിങ്ങളുടെ യുദ്ധത്തിൽ പരാജയപ്പെടാതിരിക്കാൻ കരമുയർത്തി കർത്താവിൻ്റെ മലയിൽ ഞങ്ങൾ പ്രാർത്ഥിക്കും. ഞങ്ങളുടെ കരം താഴ്ന്നു പോകാതിരിക്കാൻ നിങ്ങളും ഞങ്ങൾക്ക് വേണ്ടി നിരന്തരം പ്രാർത്ഥിക്കണേ. തിരുസഭയ്ക്കും നവവൈദികനും നമുക്കെല്ലാവർക്കും വേണ്ടി പരമപിതാവിനോട് നമുക്ക് പ്രാർത്ഥിക്കാം. വിശ്വാസികളുടെ പ്രാർത്ഥനയ്ക്ക് ശേഷം കാഴ്ചവയ്പ് പ്രദക്ഷിണം ആയിരിക്കും. ഈ സമയം കാഴ്ചവയ്പ്പിന് നിയോഗിക്കപ്പെട്ടിട്ടുള്ളവർ കാഴ്ചവയ്പ്പിന് ഒരുങ്ങുന്നതായി ദേവാലയത്തിൻ്റെ പിൻഭാഗത്തേക്ക് പോകുക. നമുക്കെല്ലാവർക്കും ഭക്തിയോടും വിശ്വാസത്തോടും കൂടി ഈ വിശ്വാസികളുടെ പ്രാർത്ഥനയിൽ പങ്കുചേരാം. സ്വന്തമായതെല്ലാം ത്യജിക്കുവാനുള്ള പൗരോഹിത്യം എത്ര ശ്രേഷ്ഠം. പൗരോഹിത്യത്തെ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. ദൈവമേ, തിരുസഭയെ നയിക്കുന്ന ഫ്രാൻസിസ് പാപ്പയെയും എല്ലാ മെത്രാന്മാരെയും കൊച്ചി രൂപതയുടെ അഡ്മിനിസ്ട്രേറ്റർ ഷൈജു അച്ഛനെയും ഇന്ന് പ്രഥമ ദിവ്യബലി അർപ്പിക്കുന്ന ജിതിൻ അച്ഛനെയും ഒപ്പം ബലിയർപ്പിക്കുന്ന എല്ലാ പുരോഹിതരെയും അങ്ങേ തിരുമുൻപിൽ ഞങ്ങൾ സമർപ്പിക്കുന്നു. നാഥ, ജീവിതത്തിൻ്റെ വേദനയിലും ഒറ്റപ്പെടലിലും അങ്ങ് കൂടെ ഉണ്ടായിരിക്കണമേ. ജീവിതം ക്രിസ്തുവും സഹനങ്ങൾ യേശുനാഥൻ്റെ പീഡാസഹനങ്ങളും ആണെന്ന ബോധ്യം നൽകണമേ. ശിഷ്യത്വത്തിൻ്റെ ആഴങ്ങളിൽ ചെല്ലുവാനുള്ള കൃപ നൽകി എല്ലാ വൈദികരെയും അനുഗ്രഹിക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഇന്ന് പ്രഥമ ബലിയർപ്പിക്കുന്ന നവവൈദികൻ ഫ്രാൻസിസ് ജിതിൻ ചൂളക്കലച്ചനെ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. അങ്ങയുടെ പുത്രൻ്റെ പൗരോഹിത്യത്തിൽ പങ്കുചേരുവാൻ അങ്ങ് വിളിച്ച ഫ്രാൻസിസ് ജിതിൻ അച്ഛനെയും അച്ഛൻ ശുശ്രൂഷ ചെയ്യുവാൻ പോകുന്ന റായ്പൂർ അതിരൂപതയിലെ എല്ലാ പ്രവർത്തന മേഖലകളെയും ഞങ്ങൾ സമർപ്പിക്കുന്നു. ലഭിച്ച വിളിക്ക് അനുസരിച്ച് ജീവിക്കുവാനും ധീരതയോടെ അങ്ങയുടെ ഇഷ്ടം നിറവേറ്റുവാനും അങ്ങേ പരിശുദ്ധാത്മാവിനാൽ ശക്തനാക്കണമെന്നും എല്ലാ ആപത്തുകളിൽ നിന്നും പ്രലോഭനങ്ങളിൽ നിന്നും അച്ഛനെ സംരക്ഷിക്കണമെന്നും അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ലോകമെമ്പാടും സേവനം ചെയ്യുന്ന മിഷണറിമാരെ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. ഭയപ്പെടേണ്ട, ധൈര്യം അവലംബിക്കുവിൻ എന്ന് ഏഷ്യ പ്രവാചകനിലൂടെ ഞങ്ങളോട് അരുൾ ചെയ്ത ദൈവമേ, സുവിശേഷത്തെ പ്രതി പീഡനങ്ങൾ ഏൽക്കേണ്ടി വരുന്ന എല്ലാവരെയും അങ്ങയുടെ നിസ്സീമമായ സ്നേഹത്തിൽ ശക്തിപ്പെടുത്തണമെന്നും അങ്ങയോടുള്ള വിശ്വാസത്തിൽ അചഞ്ചലരായി നിന്നുകൊണ്ട് അധരം കൊണ്ടും ഹൃദയം കൊണ്ടും അങ്ങയെ ഏറ്റുപറയുവാനും സ്നേഹത്തിലും വിശ്വാസത്തിലും കൂടുതൽ ആഴപ്പെടാനുള്ള കൃപ നൽകി അവരെ അനുഗ്രഹിക്കണമെന്ന് അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കരുണാമയനായ ദൈവമേ, സഹനത്തിൻ്റെ തീച്ചുളയിൽ വെന്തുരുക്കുമ്പോഴും സ്നേഹമാവുന്ന പ്രകാശം ജ്വലിപ്പിക്കണമേ. നിരാശ, വിദ്വേഷം, അസൂയ, അഹങ്കാരം എന്നീ അന്ധകാര ശക്തികളെ ഉന്മൂലനം ചെയ്യണമേ. ദൈവസ്നേഹമാവുന്ന പ്രാർത്ഥന, നിത്യരക്ഷയാവുന്ന ദിവ്യബലി, വചനമാകുന്ന ആയുധം എന്നീ കൃപകൾ മുറുകെ കൊണ്ട് നടക്കാനുള്ള വരങ്ങൾ നൽകി അനുഗ്രഹിക്കണമേ എന്ന് അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ശുദ്ധീകരണ സ്ഥലത്തിൽ വേദന അനുഭവിക്കുന്ന ആത്മാക്കൾക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. സ്വർഗത്തിൻ്റെ അധിപനായ കർത്താവേ, ദേവാലയം അടുത്തുണ്ടായിട്ടും നിത്യജീവൻ നൽകുന്ന ദിവ്യബലിയിൽ പങ്കെടുക്കാതെയും കുമ്പസാരിക്കാതെയും വചനമനുസരിച്ച് ജീവിക്കാതെയും ലോകത്തിൽ ആശ്രയിച്ചു മാത്രം ജീവിക്കുകയും ചെയ്ത
ഞങ്ങളുടെ മാതാപിതാക്കൾ, കൂടപ്പിറപ്പുകൾ, ബന്ധുക്കൾ, തലമുറയിലുള്ളവർ എന്നിവർ അങ്ങയുടെ പരിശുദ്ധമായ തിരുരക്തം കൊണ്ട് കഴുകി ഇന്നർപ്പിക്കുന്ന ദിവ്യബലിയോട് ചേർത്ത് നിത്യപ്രകാശത്തിലേക്ക് അവരെ നയിക്കണമെന്ന് കർത്താവെ അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ദൈവമേ, ഇക്കാലയളവിലെ മനുഷ്യരുടെ ജീവിതം നിരവധി ആവശ്യങ്ങളുടെ സമ്മർദ്ദത്തിന് വിധേയമാണെന്ന് അങ്ങറിയുന്നുവല്ലോ. അങ്ങേ വിളിച്ചപേക്ഷിക്കുന്നവരുടെ അഭിലാഷങ്ങൾ ശ്രവിക്കുകയും അങ്ങിൽ വിശ്വസിക്കുന്നവരുടെ പ്രാർത്ഥനകൾ സ്വീകരിക്കുകയും ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടുകൊള്ളണമേ. ആമേൻ. ആശ്വാസമേകും ആത്മനാ
സഹോദരരെ, എൻ്റെയും നിങ്ങളുടെയും ബലി സർവശക്തനും പിതാവുമായ ദൈവത്തിന് സ്വീകാര്യമാകുവാൻ വേണ്ടി പ്രാർത്ഥിക്കുവിൻ. കർത്താവ് തന്റെ നാമത്തിന്റെ സ്തുതിക്കും മഹിമയ്ക്കും നമ്മുടെയും അവിടുത്തെ സഭ മുഴുവന്റെയും നന്മയ്ക്കുമായി അങ്ങേ കരങ്ങളിൽ നിന്ന് ഈ ബലി സ്വീകരിക്കുമാറാകട്ടെ. ദിനങ്ങളുടെയും കാലങ്ങളുടെയും ശക്തനും കരുണയുള്ള നിയന്താവുമായ ദൈവമേ, അങ്ങേ കൃപാവരം വഴി അങ്ങ് എന്നിൽ ചുരിഞ്ഞ ദാനങ്ങൾ തൃക്കൺ പാർക്കുകയും സമർപ്പിച്ച കാഴ്ചദ്രവ്യങ്ങളുടെ ശക്തിയാൽ ജനങ്ങളുടെയും വൈദികൻ്റെയും ഹൃദയങ്ങൾ വാത്സല്യത്തോടെ നയിക്കുകയും ചെയ്യണമേ. അങ്ങനെ അജഗണങ്ങളുടെ അനുസരണം അജപാലകർക്ക് ഒരിക്കലും കുറയാതിരിക്കുകയും അജപാലകരുടെ ശുശ്രൂഷ അജഗണങ്ങൾക്ക് ഒരിക്കലും നഷ്ടമാകാതിരിക്കുകയും ചെയ്യുമാറാകട്ടെ. ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടറിയണമേ. ആമേൻ. കർത്താവ് നിങ്ങളോട് കൂടെ. ഹൃദയങ്ങൾ ഉയർത്തുവിൻ. നമ്മുടെ കർത്താവായ ദൈവത്തിന് നന്ദി പ്രകാശിപ്പിക്കാം. കർത്താവേ, പരിശുദ്ധനായ പിതാവേ, സർവശക്തനും നിത്യനുമായ ദൈവമേ, ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴി എങ്ങും എപ്പോഴും അങ്ങേക്കു ഞങ്ങൾ കൃതജ്ഞതയർപ്പിക്കുന്നത് യഥാർത്ഥത്തിൽ ഉചിതവും ന്യായവും യോഗ്യവും രക്ഷാകരവുമാണല്ലോ. നിത്യസത്യപുരോഹിതനായ അവിടുന്ന് സനാതന ബലിയുടെ മാതൃക സ്ഥാപിച്ചുകൊണ്ട് ആദ്യമായി തന്നെ അങ്ങേക്ക് രക്ഷാകര ബലിയായി അർപ്പിക്കുകയും അവിടുത്തെ ഓർമ്മയ്ക്കായി അർപ്പിക്കുവാൻ ഞങ്ങളോട് കൽപ്പിക്കുകയും ചെയ്തു. ഞങ്ങൾക്കായി അർപ്പിക്കപ്പെട്ട അവിടുത്തെ ശരീരം ഭക്ഷിക്കുമ്പോൾ ഞങ്ങൾ ശക്തി പ്രാപിക്കുകയും ഞങ്ങൾക്കായി ചിന്തപ്പെട്ട രക്തം പാനം ചെയ്യുമ്പോൾ ഞങ്ങൾ ശുദ്ധീകരിക്കപ്പെടുകയും ചെയ്യുന്നു. ആകയാൽ മാലാഖമാരോടും പ്രധാന മാലാഖമാരോടും ഭദ്രാസനന്മാരോടും അധീശന്മാരോടും സ്വർഗീയ സൈന്യത്തിൻ്റെ എല്ലാ വൃന്ദങ്ങളോടുമൊത്ത് അവിരാമം പ്രകീർത്തിച്ചുകൊണ്ട് അങ്ങേ മഹത്വത്തിൻ്റെ ഗീതം ഞങ്ങൾ ആലപിക്കുന്നു. പരിശുദ്ധൻ 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 നിരുപമ
അത്യധികമായും പരിശുദ്ധനാകുന്നു. അങ്ങ് സൃഷ്ടിച്ച സർവചരാചരങ്ങളും സമുചിതമായി അങ്ങയെ വാഴ്ത്തുന്നു. എന്തുകൊണ്ടെന്നാൽ അങ്ങേ പുത്രനും ഞങ്ങളുടെ കർത്താവുമായ യേശുക്രിസ്തു വഴി പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയാലും പ്രവർത്തനത്താലും അങ്ങ് പ്രപഞ്ചം ഉജ്ജീവിപ്പിക്കുകയും പവിത്രീകരിക്കുകയും ചെയ്യുന്നു. സൂര്യോദയം മുതൽ അസ്തമയം വരെ നിർമ്മലമായൊരു ബലി അങ്ങേ നാമത്തിന് അർപ്പിക്കപ്പെടേണ്ടതിന് ഒരു ജനത്തെ ഒരുമിച്ച് കൂട്ടുന്നതിൽ നിന്ന് അങ്ങ് വിരമിക്കുന്നില്ല. അതുകൊണ്ട് കർത്താവേ, താഴ്മയോടെ ഞങ്ങൾ അപേക്ഷിക്കുന്നു. വിശുദ്ധീകരിക്കുവാനായി അങ്ങേക്ക് ഞങ്ങൾ കൊണ്ടുവന്നിരിക്കുന്ന ഈ തിരുമുൽ കാഴ്ചകൾ അതേ ആത്മാവാൽ പവിത്രമാക്കാൻ കനിയണമേ. അങ്ങനെ ഇവ അങ്ങേ ദിവ്യപുത്രനും ഞങ്ങളുടെ കർത്താവുമായ യേശുക്രിസ്തുവിൻ്റെ ശരീരവും രക്തവുമായി തീരുമാറാകട്ടെ. അവിടുത്തെ കൽപ്പനയനുസരിച്ച് ഈ ദിവ്യരഹസ്യങ്ങൾ ഞങ്ങൾ ആഘോഷിക്കുന്നു. എന്തെന്നാൽ അവിടുന്ന് ഒറ്റിക്കൊടുക്കപ്പെട്ട രാത്രിയിൽ അപ്പമെടുത്ത് അങ്ങേക്ക് കൃതജ്ഞത പ്രകാശിപ്പിച്ചുകൊണ്ട് ആശീർവദിച്ച് മുറിച്ച് തൻ്റെ ശിഷ്യന്മാർക്ക് കൊടുത്തുകൊണ്ടരുൾ ചെയ്തു. എല്ലാവരും ഇതിൽ നിന്നു വാങ്ങി ഭക്ഷിക്കുവിൻ. എന്തെന്നാൽ ഇത് നിങ്ങൾക്കു വേണ്ടി അർപ്പിക്കുവാനിരിക്കുന്ന എൻ്റെ ശരീരമാകുന്നു. അപ്രകാരം തന്നെ അത്താഴം കഴിഞ്ഞ് പാനപാത്രമെടുത്ത് അങ്ങേക്ക് കൃതജ്ഞത പ്രകാശിപ്പിച്ചുകൊണ്ട് ആശീർവദിച്ച് തൻ്റെ ശിഷ്യന്മാർക്ക് കൊടുത്തുകൊണ്ടരുൾ ചെയ്തു. എല്ലാവരും വാങ്ങി ഇതിൽ നിന്നു കുടിക്കുവിൻ. എന്തെന്നാൽ ഇത് നിങ്ങൾക്കു വേണ്ടിയും അനേകർക്കു വേണ്ടിയും പാപമോചനത്തിനായി ചിന്തപ്പെടാനിരിക്കുന്ന എൻ്റെ രക്തത്തിൻ്റെ നവീനവും സനാതനവുമായ ഉടമ്പടിയുടെ പാനപാത്രമാകുന്നു. ഇതു നിങ്ങൾ എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുവിൻ. വിശ്വാസത്തിന്റെ രഹസ്യം. മരണം വരിച്ചു നീ മൃത്യുവേ
അതിനാൽ കർത്താവേ, ക്രിസ്തുവിലൂടെ, ക്രിസ്തുവിനോടുകൂടെ, ക്രിസ്തുവിൽ തന്നെ സർവശക്തനായ ദൈവവും പിതാവുമായ അങ്ങേക്ക് പരിശുദ്ധാത്മാവുമായുള്ള ഐക്യത്തിൽ എല്ലാ ബഹുമതിയും മഹത്വവും എന്നുമെന്നേക്കും. രക്ഷാകരമായ കൽപ്പനകളാൽ ഉദ്ബോധിതരായും ദിവ്യോപദേശത്താൽ രൂപവൽകൃതരായും നിർഭയം നമുക്ക് ഏറ്റുചൊല്ലാം. കർത്താവേ, എല്ലാ തിന്മകളിൽ നിന്ന് ഞങ്ങളെ മോചിപ്പിക്കണമേ. ഞങ്ങളുടെ ദിനങ്ങളിൽ സമാധാനം കനിവാർന്ന് നൽകണമേ. അനുഗ്രഹപൂർണമായ പ്രത്യാശയും ഞങ്ങളുടെ രക്ഷകനായ യേശുക്രിസ്തുവിൻ്റെ ആഗമനവും പ്രതീക്ഷിച്ചുകൊണ്ട് അങ്ങേ കരുണയുടെ സഹായത്താൽ ശക്തി പ്രാപിച്ച് ഞങ്ങളെപ്പോഴും പാപത്തിൽ നിന്ന് മോചിതരാകുകയും എല്ലാ വിപത്തുകളിൽ നിന്ന് സുരക്ഷിതരാകുകയും ചെയ്യുമാറാകട്ടെ. സമാധാനം ഞാൻ നിങ്ങൾക്ക് നൽകുന്നു, എൻ്റെ സമാധാനം നിങ്ങൾക്ക് ഞാൻ തരുന്നു എന്ന് അങ്ങേ അപ്പോസ്തലന്മാരോട് അരുൾ ചെയ്ത കർത്താവായ യേശുക്രിസ്തുവേ, ഞങ്ങളുടെ പാപങ്ങളല്ല പിന്നെയോ അങ്ങേ സഭയുടെ വിശ്വാസം തൃക്കൺ പാർത്ത് അങ്ങേ തിരുവുള്ളമനുസരിച്ച് സഭയ്ക്ക് സമാധാനവും ഐക്യവും നൽകുവാൻ കനിയണമേ.
എന്നെന്നും ജീവിക്കുകയും വാഴുകയും ചെയ്യുന്ന അങ്ങേ ഈ പ്രാർത്ഥന കേട്ടിരുളണമേ. കർത്താവിൻ്റെ സമാധാനം നിങ്ങളോടുകൂടെ എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. നിങ്ങൾ പരസ്പരം സമാധാനം ആശംസിക്കുകയും ദൈവത്തിൻ കുഞ്ഞാടിതാ ലോകത്തിൻ പാപങ്ങൾ നീക്കുന്നവൻ കുഞ്ഞാടിൻ ദിവ്യമാ ഈ വിരുന്നിൽ ക്ഷണിതാക്കളായവർ ഭാഗ്യവാന്മാർ. ദിവ്യകാരുണ്യ സ്വീകരണ കർമ്മമാണ് ഇപ്പോൾ നടക്കുക. ജിതിനച്ഛൻ്റെ അടുക്കളയിൽ നിന്നും മാതാപിതാക്കളും ബന്ധുമിത്രാദികളും ദിവ്യകാരുണ്യം സ്വീകരിക്കുന്നു. മറ്റുള്ളവരുടെ അടുത്തിലേക്ക് വൈദികർ ദിവ്യകാരുണ്യമായി വരുന്നതായിരിക്കും. നമുക്ക് ഭക്തിയോടും ആദരവോടും കൂടി പരിശുദ്ധ ദിവ്യകാരുണ്യം സ്വീകരിക്കുവാൻ ഒരുങ്ങാം. യേശുവിൻ ബലിയാകുവാൻ
ക്രിസ്തുവിൽ പെരിയ ബഹുമാനപ്പെട്ട ആന്റണി അക്കനാത്തച്ച, സാബു മുറിയാൻ ബലിലച്ച, ജോപ്പനച്ച, ജോൺസൺ ജെറമേലച്ച, ജോൺസൺ തൊണ്ടയിലച്ച, ഫെലിക്സ് ഫെർണാണ്ടസ് അച്ച, സ്നേഹമുള്ള വൈദികരെ, ബ്രദേഴ്സ് സിസ്റ്റേഴ്സ്, ഇടവാങ്ങളെ, പ്രിയമുള്ള മാതാപിതാക്കളെ, ഗുരുക്കന്മാരെ, ബന്ധുമിത്രാദികളെ, സ്നേഹമുള്ള സുഹൃത്തുക്കളെ, കുട്ടികളെ, കർത്താവിൻ്റെ സുവിശേഷത്തിൽ ഒരു പങ്കാളിയാകുവാൻ ഞാൻ സകലവും സുവിശേഷത്തെ പ്രതി ചെയ്യുന്നു. 1 കൊറിന്തോസ് 9:23 സെമിനാരി കാലഘട്ടത്തിലെ എൻ്റെ എല്ലാ പ്രതിസന്ധികളെയും തരണം ചെയ്ത് മുന്നോട്ട് നീങ്ങുവാൻ എന്നെ പ്രചോദിപ്പിച്ച ഈ വചനവാക്യം തന്നെയാണ് ഞാൻ എൻ്റെ പൗരോഹിത്യത്തിൻ്റെ ആപ്തവാക്യമായി തിരഞ്ഞെടുത്തത്. എല്ലാം സുവിശേഷത്തെ പ്രതി. അയോഗ്യനും ബലഹീനനുമായ എന്നെ ശക്തനാക്കുകയും ക്രിസ്തുവിൻ്റെ പൗരോഹിത്യത്തിലേക്ക് എന്നെ കൈപിടിച്ചുയർത്തുകയും ചെയ്ത ത്രിയേക ദൈവത്തിന് മുൻപിൽ ആദ്യമേ ഞാൻ നന്ദിയോടെ ശിരസ് നമിക്കുന്നു. എനിക്ക് പൗരോഹിത്യം എന്ന നിത്യവെളിച്ചത്തിലേക്ക് പറന്നുയരുവാൻ ആകാശമായി മാറിയ ചിലരുണ്ട്. തൻ്റെ കൈവെപ്പ് ശുശ്രൂഷയിലൂടെ എന്നെ പൗരോഹിത്യത്തിലേക്ക് നയിച്ച അഭിവന്യ വിക്ടർ ഹെൻറി ഠാക്കൂർ മെത്രാനും, ദൈവവിളി തിരിച്ചറിഞ്ഞ് എന്നെ സെമിനാരിലേക്ക് തിരഞ്ഞെടുത്ത അഭിവന്യ ജോസഫ് കരിയിൽ പിതാവിനും, പരിശീലന കാലത്ത് വഴി നടത്തിയ അഭിവന്യ ജോസഫ് അഗസ്റ്റിൻ പിതാവിനും, പെരിയ ബഹുമാനപ്പെട്ട മോൺസഞ്ഞൂർ ഷൈജു പരിയസ്തുശ്ശേരി അച്ഛനും, പെരിയ ബഹുമാനപ്പെട്ട മോൺസഞ്ഞൂർ സെബാസ്റ്റ്യൻ പൂമറ്റം അച്ഛനും, എൻ്റെ പൗരോഹിത്യ സ്വീകരണത്തിനും പ്രഥമ ദിവ്യബലിക്കും എല്ലാ ക്രമീകരണങ്ങൾ ഒരുക്കുകയും എന്നെ എന്നും പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുന്ന റായ്പൂർ അതിരൂപതയിലെയും കൊച്ചി രൂപതയിലെയും മെത്രാസ്ഥാന മന്ദിരത്തിലെ ബഹുമാനപ്പെട്ട എല്ലാ വൈദികർക്കും ഒത്തിരി നന്ദി. വൈദിക പരിശീലന കാലഘട്ടത്തിൽ റായ്പൂർ അതിരൂപതയിലും കൊച്ചി രൂപതയിലും മൈനർ സെമിനാരി റക്ടർമാരും വൈസ് റക്ടർമാരും ഡയറക്ടർമാരുമായിരുന്ന ബഹുമാനപ്പെട്ട സാബു മുറിയാൻ വെള്ളച്ചൻ, ജോയി ഞാറക്കാട്ട് വെള്ളിയച്ചൻ, വർഗീസ് ചെറുതിയിലച്ചൻ, പ്രിൻസ് പുത്തമ്പുരക്കിലച്ചൻ, ഫാദർ അമർദീപ് ബെൻമാളിയകിലച്ചനും, കൊച്ചിയിലെ ഇപ്പോഴത്തെ മൈനർ സെമിനാരി ഡയറക്ടറായ ഒരു ബഹുമാനപ്പെട്ട സന്തോഷ് വെളുത്തിയെടുത്തച്ഛനും, ഡയറക്ടറായ ജിനീഷ് പീറ്ററച്ചനും, മറ്റെല്ലാ വൈസ് റക്ടർമാർക്കും ഡയറക്ടർമാർക്കും ആത്മീയ ഗുരുക്കന്മാർക്കും റീജൻറ്റുമാർക്കും ഒത്തിരി നന്ദി. ആലുവ കാർമലഗിരി സെമിനാരിയിൽ എൻ്റെ റക്ടറായിരുന്ന ചാക്കോ പുത്തൻപുരക്കിലച്ചനും, വൈസ് റക്ടറും ഇപ്പോഴത്തെ നിയുക്ത റക്ടറുമായ പെരിയ ബഹുമാനപ്പെട്ട ഫ്രാൻസിസ് മരോട്ടിക്ക പറമ്പിലച്ചനും, പൂനെ പേപ്പൽ സെമിനാരിയിൽ എൻ്റെ റക്ടറായിരുന്ന ഫാദർ ജോസ് തൈൽ എസ് ജെയ്ക്കും, മിനിസ്റ്ററായിരുന്ന ഫാദർ കരുണേദാസ് എസ് ജെയ്ക്കും, ഭോപ്പാൽ ആഷ്ട ക്രിസ്തു പ്രേമാലയ സെമിനാരിയിൽ റക്ടറായിരുന്ന ഫാദർ തോമസ് പെരിങ്ങല്ലൂർ എസ് വി ഡിക്കും, ഇപ്പോഴത്തെ റക്ടറായ പെരിയ ബഹുമാനപ്പെട്ട ഫാദർ ഫ്രാൻസിസ് കറിയാക്കും, വൈസ് റക്ടറായിരുന്ന ഫാദർ ജോസ് ജോസഫ് എസ് വി ഡിക്കും, ഇപ്പോഴത്തെ വൈസ് റക്ടറായ പെരിയ ബഹുമാനപ്പെട്ട ആൻ്റണി അക്കനാത്തച്ഛനും, എല്ലാ ആനിമേറ്റർമാർക്കും പ്രൊക്രേറ്റർമാർക്കും
മറ്റെല്ലാ സെമിനാരി സ്റ്റാഫിനും ഒത്തിരി നന്ദി. സെമിനാരി കാലഘട്ടത്തിൽ ആത്മീയതയിലൂടെ എന്നെ വഴി നടത്തിയ എൻ്റെ ആത്മീയ ഗുരുക്കന്മാരായിരുന്ന ബഹുമാനപ്പെട്ട അഗസ്റ്റിൻ കടയപ്രമിലച്ചനും ആൻ്റണി വാലിങ്കിലച്ചനും ആൻ്റണി കുരിശിങ്കിലച്ചനും രൂപേഷ് അച്ചനും ഫാദർ കൊർദേരിയോ എസ് ജെയ്ക്കും ഫാദർ സെബാസ്റ്റ്യൻ ടിഗായ്ക്കും ഫാദർ സൈമൺ മോത്തേയ്ക്കും ഒരുപാട് നന്ദി പറയുന്നു. ഞാനിന്നിവിടെ നിവർന്നു നിൽക്കുവാൻ എൻ്റെ പാദങ്ങൾക്ക് ബലം നൽകിയ ചിലരുണ്ട്. എൻ്റെ ഇടവക കുടുംബത്തിലെ എല്ലാവർക്കും നന്ദി പറയുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. എൻ്റെ മുൻവികാരിമാരായിരുന്ന ഡൊമിനിക് ആലുവപ്രമിലച്ചനും പൈസച്ചനും ഫ്രാൻസിസ് സേവ്യർ അച്ഛനും ടൈറ്റസ് കണ്ടത്തിപ്പറമ്പിലച്ചനും അഗസ്റ്റിൻ പാലിലച്ചനും ഇഗ്നേഷ്യസ് വലിയപറമ്പിലച്ചനും ജോസഫ് ചിറാപ്പള്ളി അച്ഛനും ഒപ്പം ഈ ഇടവകയിൽ സേവനമനുഷ്ഠിച്ച എല്ലാ പ്രിയപ്പെട്ട വൈദികരെയും സിസ്റ്റേഴ്സിനെയും നന്ദിയോടെ ഓർക്കുന്നു. കൂടെയെന്നും പ്രാർത്ഥനയാലും സ്നേഹത്താലും പ്രോത്സാഹിപ്പിക്കുന്ന നമ്മുടെ ഇടവകങ്ങളായ എല്ലാ വൈദികരെയും സിസ്റ്റേഴ്സിനെയും ബ്രദേഴ്സിനെയും ഏറ്റവും നന്ദിയോടെ ഓർക്കുന്നു. അതോടൊപ്പം തന്നെ ഇന്നത്തെ ദിവ്യബലിയിൽ നമുക്കെല്ലാവർക്കുമായി വചന സന്ദേശം നൽകി പൗരോഹിത്യത്തിൻ്റെ മുത്തുകൾ നമ്മുടെ ഹൃദയത്തിൽ നിറച്ചു തന്ന ഏറ്റവും സ്നേഹബഹുമാനപ്പെട്ട ജോൺസൺ തൗണ്ടിയിലച്ചന് ഒത്തിരി സ്നേഹത്തോടെ നന്ദി പറഞ്ഞുകൊള്ളുന്നു. ഒപ്പം ഇന്നത്തെ ഈ ദിവ്യബലിക്കായി ഈ അൾത്താര ഇത്രയും മനോഹരമായി അലങ്കരിച്ച നേറ്റിവിറ്റി കോൺവെൻറ്റിലെ എപ്പോഴും എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും എല്ലാം ചെയ്യുന്ന സുപ്പീരിയർ സിസ്റ്റർ മേരി ഗ്രേസിനും മറ്റെല്ലാ സിസ്റ്റേഴ്സിനും ഇന്നത്തെ തിരുക്കർമ്മങ്ങൾക്ക് കമൻട്രി നൽകുന്ന ബ്രദർ ജോസഫ് PMIക്കും ഒത്തിരി നന്ദി. ഇന്നത്തെ തിരുക്കർമ്മങ്ങൾ ഇത്രയും മനോഹരമാക്കുവാൻ വികാരിയച്ഛന് ഒപ്പം പ്രവർത്തിച്ച കേന്ദ്രസമിതി പാസ്റ്റർ കൗൺസിൽ ഭാരവാഹികൾക്കും കൈക്കാരന്മാർക്കും മതബോധനാധ്യാപകർക്കും എല്ലാ കുടുംബ യൂണിറ്റ് ഭാരവാഹികൾക്കും കപ്യാർ ജോസിച്ചേട്ടനും അൾത്താര ശുശ്രൂഷകരെയും മനോഹരമായ ഗാനങ്ങൾ ആലപിച്ച കോയരംഗങ്ങൾക്കും വീഡിയോയും ഫോട്ടോയും എടുത്തുകൊണ്ടിരിക്കുന്ന ജെയിംസ് ചേട്ടനും അമലിനും അരുണിനും ലൈറ്റ് ആൻഡ് സൗണ്ട് മാനേജ് ചെയ്യുന്ന മനോജിനും ഡേവിഡ് ചേട്ടനും മറ്റെല്ലാ സജ്ജീകരണങ്ങൾ ചെയ്ത എല്ലാവർക്കും നന്ദി. അതോടൊപ്പം തന്നെ ഇന്നലെയും ഇന്നുമായിട്ടൊക്കെ പള്ളി ക്ലീനിങ്ങിനും തോരണങ്ങൾ ഇടാനും ഒക്കെ സഹകരിച്ച എല്ലാവർക്കും മറ്റെല്ലാ ക്രമീകരണങ്ങൾ നടത്തുവാൻ സഹകരിച്ച എല്ലാ അയൽവാസികൾക്കും യുവാക്കൾക്കും നന്ദി പറഞ്ഞുകൊള്ളുന്നു. അതോടൊപ്പം തന്നെ ഇടവകയിലെ എല്ലാ ഭക്തസംഘടനകളിലെ എല്ലാ അംഗങ്ങളെയും ഒത്തിരി നന്ദിയോടെയും സ്നേഹത്തോടെയും ഓർക്കുന്നു. മറ്റെല്ലാ ഇടവാംഗങ്ങളെയും നന്ദിയോടെ ഓർക്കുന്നു. എൻ്റെ റീജൻസി കാലഘട്ടത്തിലും മിനിസ്ട്രി കാലഘട്ടത്തിലും ഡയറക്ടറേറ്റ് മിനിസ്ട്രി കാലഘട്ടത്തിലും എനിക്ക് നന്മയുടെ പാതയും പൗരോഹിത്യത്തിൻ്റെ വെളിച്ചവും പറഞ്ഞു തന്ന ഇൻചാർജ് അച്ഛന്മാരെയും ആ ഇടവകകളിലെ സിസ്റ്റേഴ്സിനെയും ഇടവാംഗങ്ങളെയും നന്ദിയോടെ ഓർക്കുന്നു. എൻ്റെ സെമിനാരി കാലഘട്ടത്തിൽ എന്നെ സ്നേഹത്തോട് ചേർത്ത് നിർത്തി പൗരോഹിത്യ പാതയിൽ വെട്ടം കാട്ടിത്തന്ന ജോപ്പനണ്ടിശ്ശേരി അച്ഛനും ജോൺസൺ ജെർമേൽ അച്ഛനും ജോഷി മാക്കിയിൽ ഓസ്ട്രേഡി അച്ഛനും രാജേഷ് അച്ഛനും സോനു അച്ഛനും സജീഷ് അച്ഛനും രോഹിത് അച്ഛനും ജോയിൽ അച്ഛനും ജിൻസ് അച്ഛനെയും അൽഫോൺസ് അച്ഛനെയും ആൻ്റണി അച്ഛനെയും റിബിൻ അച്ഛനെയും ഷെൽസൺ അച്ഛനെയും ഇഗ്നേഷ്യസ് ബ്രദറിനെയും നിശാന്ത് ബ്രദറിനെയും ഒത്തിരി സ്നേഹത്തോടെ ഓർക്കുന്നു. തിരുപ്പട്ടത്തിനൊരുക്കമായി ധ്യാനത്തിലൂടെ പുതിയ ബോധ്യങ്ങൾ നൽകിയ ഫാദർ ഫിലിപ്പ് കുച്ചൂർ അച്ഛനും ബിലാസ്പൂർ പള്ളുട്ടൻ കമ്മ്യൂണിറ്റി ശാന്തിനിവാസിലെ എല്ലാ അംഗങ്ങൾക്കും ഏറ്റവും സ്നേഹത്തോടെ നന്ദി പറഞ്ഞുകൊള്ളുന്നു. ജീവിതത്തിൽ സന്തോഷത്തിലും ദുഃഖത്തിലും എന്നും ഒപ്പം നിൽക്കുന്നവരുണ്ട്. ഈ ഒരു പുത്തൻ കുർബാന ഏറ്റവും മനോഹരമാക്കുവാൻ എല്ലാ ബുദ്ധിമുട്ടുകളും ഒന്നുമില്ല എന്ന് വിചാരിച്ചുകൊണ്ട് എൻ്റെ ഇൻവിറ്റേഷൻ കാർഡ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നത് മുതൽ ഇന്നത്തെ ഈ തിരുക്കർമ്മങ്ങൾക്കും മറ്റു ക്രമീകരണങ്ങൾക്കും ചുക്കാൻ പിടിച്ച ഒരു ജ്യേഷ്ഠ സഹോദരനെന്ന പോലെ കരുതലുകളും സ്നേഹവും കൃത്യസമയം തിരുത്തലുകളും തരുന്ന പ്രിയപ്പെട്ട നമ്മളുടെ ബഹുമാനപ്പെട്ട വികാരി അച്ഛൻ സെബാസ്റ്റ്യൻ പനച്ചിക്കൽ അച്ഛന് ഒത്തിരി സ്നേഹത്തോടെ നന്ദി പറയുന്നു. അതോടൊപ്പം തന്നെ അച്ഛനോടൊപ്പം തന്നെ പ്രവർത്തിക്കുന്ന നമ്മുടെ കൊച്ചച്ഛൻ എബി അച്ഛനും ഏറ്റവും ആത്മാർത്ഥതയോടെ നന്ദി പറഞ്ഞുകൊള്ളുന്നു.
തിരുക്കർമ്മങ്ങൾക്ക് ശേഷം ഉടനെ തന്നെ നവവൈദികനായ ബഹുമാനപ്പെട്ട ജിതിനച്ചനോടൊപ്പം എല്ലാ വൈദികരും ചേർന്ന് ഒരു ഗ്രൂപ്പ് ഫോട്ടോ എടുക്കുന്നതായിരിക്കും. അതിനുശേഷം ദേവാലയത്തിൽ തന്നെ ഒരു അനുമോദന യോഗം ഉണ്ടായിരിക്കും. എല്ലാവരും അതിൽ സംബന്ധിക്കണമെന്ന് പ്രത്യേകം അറിയിക്കുന്നു. അതിനുശേഷമാണ് നമ്മൾ ഭക്ഷണം. ബഹുമാനപ്പെട്ട അച്ഛന്മാരും സിസ്റ്റേഴ്സും ബ്രദേഴ്സും എല്ലാവരും പള്ളിയുടെ കിഴക്ക് ഭാഗത്തുള്ള പുഴയോരത്തുള്ള ഹാളിൽ ഭക്ഷണത്തിനായിട്ട് എത്തിച്ചേരണം. അതുപോലെ തന്നെ ജിതിനച്ചൻ്റെ ക്ഷണിക്കപ്പെട്ട എല്ലാവരും, ഇവിടെ ആയിരിക്കുന്ന എല്ലാവരും നമ്മുടെ വലിയ ഹാളിലാണ് ഭക്ഷണം ക്രമീകരിച്ചിരിക്കുന്നത്. എല്ലാവരും സ്നേഹവിരുന്നിനും പങ്കുചേരണമെന്ന് പ്രത്യേകം അറിയിക്കുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. സർവശക്തനും നിത്യനുമായ ദൈവമേ, സകല പുണ്യങ്ങളുടെയും ഉറവിടവും പൂർണ്ണതയും അങ്ങാണല്ലോ. ഈ ദിവ്യരഹസ്യത്തിലുള്ള പങ്കാളിത്തത്താൽ നേരായവ പ്രാവർത്തികമാക്കുവാനും സത്യമായവ പഠിപ്പിക്കുവാനും എന്നെ അനുഗ്രഹിക്കണമേ. അങ്ങനെ പ്രവർത്തിക്കുകയും പഠിപ്പിക്കുകയും ചെയ്തുകൊണ്ട് വിശ്വാസികൾക്ക് അങ്ങേ കൃപയിൽ ഞാൻ ഉദ്ബോധനം നൽകുകയും ചെയ്യുമാറാകട്ടെ. ഞങ്ങളുടെ കർത്താവായ യേശുക്രിസ്തു വഴി ഈ പ്രാർത്ഥന കേട്ടരുളേണമേ. കർത്താവ് നിങ്ങളോട് കൂടെ. ശിരസ് നമിച്ച് ആശീർവാദം സ്വീകരിക്കുക. എല്ലാ സമാശ്വാസത്തിൻ്റെയും ദൈവം നിങ്ങളുടെ ദിനങ്ങൾ തൻ്റെ സമാധാനത്തിൽ ക്രമപ്പെടുത്തുകയും തൻ്റെ അനുഗ്രഹത്തിൻ്റെ ദാനം നിങ്ങൾക്ക് നൽകുകയും ചെയ്യുമാറാകട്ടെ. അവിടുന്ന് നിങ്ങളെ എല്ലാ അസ്വസ്ഥതകളിൽ നിന്ന് എപ്പോഴും മോചിപ്പിക്കുകയും നിങ്ങളുടെ ഹൃദയങ്ങൾ തൻ്റെ സ്നേഹത്തിൽ ഉറപ്പിക്കുകയും ചെയ്യുമാറാകട്ടെ. പ്രത്യാശയുടെയും വിശ്വാസത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും ദാനങ്ങളാൽ സമ്പന്നരാകുവാനും സൽപ്രവർത്തികളിൽ വ്യാപൃതരായി ഈ ലോകജീവിതം നയിക്കുവാനും സന്തോഷത്തോടെ നിത്യജീവിതത്തിൽ എത്തിച്ചേരുവാനും നിങ്ങൾക്ക് കഴിയുമാറാകട്ടെ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവശക്തനായ ദൈവത്തിൻ്റെ അനുഗ്രഹം നിങ്ങളിൽ വന്നടഞ്ഞ് എന്നും നിലനിൽക്കുമാറാകട്ടെ. പോകുവിൻ, ദിവ്യപൂജ സമാപിച്ചു. നന്ദി.